അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരനുഭവമാണ്. വർഷങ്ങളായിട്ട് ജോലിയൊന്നും ലഭിക്കാതെ, അതേപോലെ തന്നെ മറ്റൊരാളുടെ ജോലിയിൽ പ്രൊമോഷനൊന്നും ലഭിക്കാത്ത ഒരാൾ ഈ ഒരു അമൽ ചെയ്തിട്ട് വളരെ വേഗത്തിൽ അവരുടെ കാര്യങ്ങൾ രണ്ടും സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ മാത്രമല്ല, ഈ ഒരു അമൽ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ അവർ വിചാരിക്കുന്നതിലും വേഗത്തിൽ തന്നെ റാഹത്തായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു അമൽ ഈ ഒരു റജബിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. ഇൻഷാ അള്ളാഹ് വളരെ വേഗത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നടത്തി തരുന്നതായിരിക്കും. ഇൻഷാ അള്ളാഹ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പവിത്രമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ ഇത്തരം അമലുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ വലിയൊരു നന്മ റബ്ബ് സുബ്ഹാനഹു തആല രേഖപ്പെടുത്തി വെക്കുന്നതായിരിക്കും. ഇൻഷാ അള്ളാഹ് ഇനി നമുക്കതിലേക്ക് കടക്കാം. എത്രയോ ആളുകൾ, എത്രയോ പ്രവാസി സുഹൃത്തുക്കൾ ലക്ഷങ്ങൾ കടബാധ്യത ഉണ്ടായിട്ടും പ്രവാസ ലോകത്തും മറ്റും പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു പ്രൊമോഷൻ പോലും ലഭിക്കാതെ, ഉള്ള ജോലിയിൽ ബറക്കത്തില്ലാതെ, ചിലപ്പോൾ 1-2 ലക്ഷം രൂപയൊക്കെ സാലറി ഉണ്ടായിട്ടും ആ ഒരു സാലറി ജീവിതത്തിൽ ബറക്കത്തില്ലാത്ത പണമാകുകയും ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു റജബ് മാസത്തിൽ നിങ്ങൾ ഈ ഒരു അമലിനെ എണ്ണം തെറ്റാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ, ഇത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏതൊരാൾക്കും തൻ്റെ ആവശ്യം എന്താണോ അത് മനസ്സിൽ നല്ല രീതിയിൽ നിയ്യത്ത് വെച്ചിട്ട് ചൊല്ലി തുടങ്ങാം. ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം. അപ്പോൾ ഏതാണ് ആ മഹത്തായിട്ടുള്ള ആ ഒരു ദിക്ർ എന്ന് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇത് ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ ഇത് നമുക്ക് ചൊല്ലി തുടങ്ങാം. അല്ലാത്ത ദിവസങ്ങളിൽ പറ്റൂല എന്നല്ല, പറ്റും. റജബിലെ ദിവസങ്ങളാണ്. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം റബ്ബ് സുബ്ഹാനഹു തആല എത്ര എളുപ്പത്തിലാണോ റെഡിയാക്കി തരേണ്ടത് അത്രയും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടാകും. അപ്പോൾ ഏതാണ് അത് എന്ന് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് അള്ളാഹിൻ്റെ പേരിൽ ദിക്ർ ചൊല്ലുക എന്നുള്ളത്. അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്റുകൾ ചൊല്ലുക, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുക, പടച്ചവനോട് സംസാരിച്ചിരിക്കുക, പടച്ചവനോട് നമ്മൾ പൊറുക്കലിനെ തേടുക, നമ്മുടെ ആവശ്യങ്ങളെ ചോദിച്ച് വാങ്ങുക. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആലക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആയത്തുകളിലെ ദിക്റുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആയത്താണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ആയത്ത്. ഈ ഒരു ആയത്തിനെ നമ്മൾ എണ്ണം തെറ്റരുതില്ലേ, ഒരു ഏറ്റക്കുറച്ചിലും ഈ ഒരു ദിക്റിന് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. 11,000 തവണ നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു അമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് സംസാരിച്ചിട്ട് മറ്റുള്ളവരുടെ കുശുമ്പിലും കുഞ്ഞായ്മയിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ പോയി ഇടപെട്ട് ചെല്ലാതെ ഈ ഒരു അമൽ ചെയ്യുമ്പോൾ, ഈ ഒരു അമൽ ഞാൻ എന്തിന് വേണ്ടിയിട്ടാണോ ചൊല്ലുന്നത് ആ ഒരു ബോധത്തോടു കൂടെ, ആ ഒരു വിശ്വാസത്തോടു കൂടെ ഈ ഒരു അമലിനെ നിങ്ങൾ ചൊല്ലുക. ഇത് ചൊല്ലി തീർത്തോളയും. അത് ചൊല്ലി തീർക്കുന്നതിൻ്റെ ഉള്ളിൽ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിത് നിയ്യത്ത് വെച്ചിട്ടുള്ളത് ആ ആവശ്യം റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ കൺമുമ്പിൽ ഖൈറായിട്ടുള്ള രീതിയിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടാകും. ഇൻഷാ അള്ളാഹ് ഇത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. തടസ്സങ്ങളുണ്ടോ മാറിക്കിട്ടിയിട്ടുണ്ടാകും. ബുദ്ധിമുട്ടുണ്ടോ മാറിക്കിട്ടിയിട്ടുണ്ടാകും. പ്രയാസമുണ്ടോ മാറിക്കിട്ടിയിട്ടുണ്ടാകും. അതുമല്ല, എന്തെങ്കിലും ഊരാക്കുടുക്കിൽ നിങ്ങൾ കുടുങ്ങി കിടക്കാണോ ആ കുരുക്ക് റബ്ബ് സുബ്ഹാനഹു തആല അഴിച്ചു കളയും. ഇത്തരത്തിൽ എന്തൊരു കാര്യത്തിനും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണിത്.
ആണിനോ പെണ്ണിനോ വ്യത്യാസമില്ലാതെ ഏതൊരു സമയത്തും നമുക്കൊരല്പം മനസ്സുണ്ടെങ്കിൽ, നമുക്കൊരല്പം സമയമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണിത്. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടെ തന്നെ ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആത്മാർത്ഥമായിട്ട് പടച്ച തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.